ഉമ്മൻചാണ്ടി. ജനങ്ങളെ പിടിയാൻ നടക്കാതെ ഏജ് മുന്നോട്ട് വെച്ച് നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് കൂടി അംഗീകരിച്ച ഈ നികുതി കുടിശ്ശിക, ഈ ക്രമക്കേടുകൾ അത് പിരിച്ചാൽ പോരെന്ന് ഈ പേഴ്സന്റ് പരിഹരിക്കാനായിട്ട്. നിങ്ങളുടെ ശൗര്യം ഉണ്ടല്ലോ, നിശ്ചയിച്ച് പിരിക്കാനും അറിയാം, നിശ്ചയിച്ച് പിരിക്ക്. ഇതാണ് നാളെ LDF സമരം എടുക്കാൻ പോകുന്നത്. LDF സമരത്തിന്റെ അടിസ്ഥാനം ഇതാണ്. ഇന്നത്തെ നികുതി വർധനവിന് ഒരു ന്യായീകരണമില്ല. 3 വർഷത്തെ കണക്കാണ് ഏജ് പറഞ്ഞത്. 6 വർഷത്തെ കണക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ ഈ കേരള സർക്കാരിന്റെ ധനവകുപ്പ് പറഞ്ഞ ഈ വിസ്ഫോടനാത്മകമായിട്ടുള്ള 22,000 കോടി രൂപയുടെ ഗ്യാപ്പ് ഉണ്ടല്ലോ, അത് നികത്താനുള്ള പണം ഏജ് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ആർജവം ഉണ്ടെങ്കിൽ നടപടിയെടുക്കും, പിരിക്കും. കേരളത്തിൽ എന്നുള്ളത് ധനകാര്യ ഞെരുക്കം, വൈഷമ്യം, പ്രശ്നം ഇത്രമാത്രമാണോ? അതോ ഗൗരവമായ പ്രതിസന്ധിയാണ്? ഇതാണ് ഒരു തർക്ക വിഷയം. മുമ്പൊരു കാലത്തും ഇല്ലാത്ത വിധം ജനങ്ങളുടെ മേലെ ഈ അധികാരമൊക്കെ അടിച്ചേൽപ്പിക്കുമ്പോഴും മുഖ്യമന്ത്രി എല്ലാം പറയുന്നത് ഈ വൈഷമ്യം ഒന്ന് തരണം ചെയ്യാൻ ഒരു ചെറിയ പ്രയാസം. എന്താ സാമ്പത്തിക വൈഷമ്യം എന്ന് പറയും? അതെപ്പോഴാണ് പ്രതിസന്ധിയായിട്ട് മാറും? സർക്കാരിന് ചിലവിന് പണമില്ലാതെ വരുമ്പോൾ വൈഷമ്യം തുടങ്ങി. അത് ലളിതമായിട്ടുള്ള ഉത്തരവ്. സർക്കാരിൻ്റെ വരുമാനം എന്ന് പറയുമ്പോൾ സാധാരണ രീതിയിൽ ഇപ്പം ഞാൻ ഉദ്ദേശിക്കുന്നത് റവന്യൂ വരുമാനം, ബാധ്യത സൃഷ്ടിക്കാത്ത വരുമാനം. കടം മേടിച്ച് ഇപ്പം നമുക്ക് വരുമാനം കിട്ടുമെങ്കിലും അത് ബാധ്യതയുണ്ടല്ലോ, അപ്പം അത് മാറ്റി വരും. നികുതി പിരിച്ചു, അതിനൊരു ബാധ്യതയില്ല. നമ്മൾ ഫീസ്, ഫൈന്, ഇതിനൊക്കെ വരുമാനം കിട്ടി, ബാധ്യതയില്ല. അപ്പം ബാധ്യതയില്ലാത്ത വരുമാനങ്ങൾ ആണ് റവന്യൂ വരുമാനം എന്ന് പറയുന്നത്. അത് ചെലവിന് തികഞ്ഞില്ലെങ്കിൽ അപ്പോഴാണ് പ്രശ്നം ആരംഭിക്കുന്നത്. എന്ത് ചെലവിന്? സർക്കാരിൻ്റെ ദൈനംദിന ചെലവിന് തികഞ്ഞില്ലെങ്കിൽ അപ്പോൾ പ്രശ്നം തുടങ്ങും. ഈ ദൈനംദിന ചെലവുകൾക്ക് വേണ്ടി ചെലവാക്കുന്ന പണത്തിനെയാണ് റവന്യൂ ചെലവെന്ന് പറയുന്നത്. അപ്പോൾ കേരളത്തിലെ ഇന്നത്തെ സ്ഥിതി എന്താ? ഓരോ വർഷം കഴിയുന്തോറും UDF അധികാരത്തിൽ വന്ന ശേഷം റവന്യൂ ചെലവിന് റവന്യൂ വരുമാനം തികയുന്നില്ല. സർക്കാരിൻ്റെ ദൈനംദിന ചെലവിന് സർക്കാരിൻ്റെ റവന്യൂ വരുമാനം മതിയാവുന്നില്ല. അപ്പോൾ വേണമെങ്കിൽ പറയാം വൈഷമ്യമാണ് എന്ന് പറയാം. പക്ഷെ ഓരോ വർഷം കഴിയുന്നതോറും കൂടിക്കൂടി വന്നു കഴിഞ്ഞാലോ, ആ കുറയാനുള്ള സാധ്യത ഇപ്പം കാണിക്കുന്നില്ലെങ്കിലോ അപ്പോൾ പ്രതിസന്ധിയായി. ഇപ്പം കേരളത്തിൻ്റെ മൊത്തം ഒരു കഴിഞ്ഞൊരു 10 വർഷക്കാലത്തെ ചരിത്രം എടുത്തു കഴിഞ്ഞാൽ 2000 ആണ്ട് 2001 ആണ്ട് വലിയ കമ്മിയായിരുന്നു. അന്നുണ്ടായിരുന്ന റവന്യൂ കമ്മി നമ്മുടെ സംസ്ഥാനത്തിൻ്റെ വരുമാനത്തിൻ്റെ 5% വരുന്നത്. അത്രക്ക് മോശം. അതിങ്ങനെ കുറഞ്ഞു വന്നു. കഴിഞ്ഞ UDF സർക്കാരിൻ്റെ കാലത്തും കുറഞ്ഞു, LDF സർക്കാരിൻ്റെ കാലത്തും കുറഞ്ഞു. UDF സർക്കാരിൻ്റെ കാലത്ത് കുറഞ്ഞത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെലവ് ചുരുക്കി. ചെലവും വരുമാനം തമ്മിലുള്ള വ്യത്യാസമാണല്ലോ കമ്മി എന്ന് പറയുന്നത്. അപ്പം കമ്മി കുറയ്ക്കാനുള്ള മാർഗം ഒന്ന് ചെലവ് ചുരുക്കുക. അങ്ങനെ ചെലവ് ചുരുക്കാൻ വേണ്ടി ജീവനക്കാരുടെ ആനുകൂല്യം എല്ലാം പിടിക്കാൻ തുടങ്ങിയപ്പോഴാണ് നിങ്ങളെല്ലാം വലിയ സമരത്തിനൊക്കെ പോയത്. എങ്കിലും അവർ കർക്കശമായിട്ട് ചെലവ് ചുരുക്കി കമ്മി കുറച്ചു. LDFിൻ്റെ കാലത്ത് കമ്മി കുറച്ചു, പക്ഷേ ചെലവ് കുറച്ചില്ല കേട്ടോ. ചെലവ് നന്നായിട്ട് കൂടി. 11% ചെലവ് വർദ്ധിച്ചിരുന്ന സ്ഥാനത്ത് 16% വെച്ച് ചെലവ് കൂടാൻ തുടങ്ങി. എന്നിട്ടും കമ്മി കുറഞ്ഞു. കാരണം എന്താ? വരുമാനം കൂടി. ചെലവ് 16% വെച്ച് കൂടിയപ്പോൾ വരുമാനം
ഏതാണ്ട് 19% വെച്ച് കൂട്ടി. അപ്പോൾ കമ്മി കുറഞ്ഞു. ഇതായിരുന്നു കേരളത്തിലെ സിവിൽ സ്റ്റേഷൻ. കുറഞ്ഞു കൊണ്ടിരുന്നു. എൻ്റെ അവസാനത്തെ ബഡ്ജറ്റിൽ ഞാനിങ്ങനെ ആലോചിച്ചത് കമ്മി 0 ഒക്കെ ആയിട്ട് ഒന്ന് കയ്യിൽ മേടിക്കണോ, അതോ നമ്മൾ 400 പെൻഷനും ബാക്കിയെല്ലാം കൊടുത്തങ്ങ് പോകുന്നതാണോ? രണ്ടാമത്തെ മാർഗം സ്വീകരിച്ച ഇലക്ഷനൊക്കെ ആയിട്ട് അതാണ് നല്ലത്. ചരിത്രത്തിൽ സ്ഥാനം നേടാമെന്നല്ലാതെ മറ്റുകൊണ്ട് പ്രത്യേകിച്ച് നേട്ടമൊന്നുമില്ലല്ലോ. അതുകൊണ്ട് ആയിക്കോട്ടെ എന്ന് വെച്ചു. എങ്കിലും ഒരു കാര്യം വ്യക്തമായിരുന്നു, 2 വർഷം കൊണ്ട് നമുക്ക് നേടാൻ പറ്റുന്നേ ഉള്ളൂ. 0. UDF സർക്കാർ വന്ന ശേഷം ഈ സ്ഥിതിവിശേഷം മാറി. ആദ്യ വർഷം ഏതാണ്ട് 3400 കോടി രൂപ കമ്മി വന്നു. രണ്ടാം വർഷം 5000 ചില്ലാനം കോടി രൂപ. കഴിഞ്ഞ വർഷം 9000 കോടി രൂപ. ഇതാണ് പ്രശ്നം. എന്ന് മാത്രമല്ല, പറഞ്ഞ തുക ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ പറയുന്ന കമ്മിയും അവസാനം ഉണ്ടാവണ കമ്മിയും തമ്മിലുള്ള വ്യത്യാസവും ഓരോ വർഷം കഴിയുന്തോറും കൂടിക്കൂടി വരും. ഒന്നാം വർഷം 3400 കോടി രൂപ കമ്മി ഉണ്ടാവും എന്ന് പറഞ്ഞ് 5400 കോടി രൂപ കമ്മിയായി. 2000 കോടി രൂപ കൂടുതൽ വന്നു. ഞാനൊന്നും അതിനെ വിമർശിക്കാനൊന്നും പോയില്ല. ഞാൻ നിയമസഭയിൽ പ്രസംഗിച്ചത് ഒരു ശമ്പള പരിഷ്കരണ വർഷമല്ലേ, ചിലപ്പോൾ ഇങ്ങനെ ചിലവ് കൂടും, പ്രശ്നമുള്ള കാര്യം. അതുകൊണ്ട് ഒരു പ്രതിസന്ധിയില്ല. യഥാർത്ഥത്തിൽ എല്ലാവരും വിചാരിച്ചു കസേര മാറിയിരിക്കുമ്പോൾ അപ്പം തന്നെ പ്രതിസന്ധി പറഞ്ഞു തുടങ്ങുന്നു. നിയമസഭയിൽ പ്രസംഗിപ്പിച്ചത് കേരള സർക്കാർ ഒരു പ്രതിസന്ധിയില്ല, ഒരു പ്രശ്നമില്ല എന്നുള്ളതാണ്. പ്രശ്നമുണ്ടെന്നും പറഞ്ഞ് മാണി ഇറങ്ങിയ തവളപത്രമെല്ലാമായി. നമ്മുടെ ഭാഗം നേരെ മറിച്ചായിരുന്നു, ഒരു പ്രശ്നമില്ലെന്ന്. KM മാണി വിചാരിച്ചാൽ പോലും 3 വർഷം 2-3 വർഷം കൊണ്ടൊന്നും ഇടിച്ചു പൊളിക്കാൻ പറ്റാത്ത വിധം സുദൃഢമാണ് കേരള സർക്കാരിന്റെ ധനസ്ഥിതി എന്നാണ് പറഞ്ഞത്. അത് തെറ്റിപ്പോയല്ലോ. ഇത്രയും കഴിവ് നമ്മുടെ ധനകാര്യമന്ത്രിക്ക് ഉണ്ടെന്ന് ഞാൻ നനച്ചില്ല. ഇത്ര സുസ്ഥിരമായിരുന്ന അവസ്ഥ 3500 കോടി രൂപ വർഷം അവസാനിച്ചപ്പോൾ മിച്ചമുണ്ടായിട്ട് ട്രഷറി ഈ വിധത്തിലായി തീരുമെന്ന് ധരിച്ചില്ല. ശരി, ഏതായാലും 3000 കോടി രൂപ കമ്മി ഉണ്ടാവുമെന്ന് പറഞ്ഞ 5000. രണ്ടാം വർഷം അത് 5000 രൂപ കമ്മി ഉണ്ടാവുമെന്ന് പറഞ്ഞു. 8000 ചില്ലാനം. മൂന്നാം വർഷം മാണി പറഞ്ഞു ഞാൻ കമ്മി അങ്ങ് കുറക്കാൻ പോയാണ്, 2776 കോടി രൂപയെ കമ്മി ഉണ്ടാവുകയുള്ളൂ എന്ന് പറഞ്ഞു വന്നു. കമ്മിയോ 11000 കോടി രൂപ. നമ്മുടെ സംസ്ഥാന വരുമാനത്തിന് ശതമാനമായി കണക്കെടുത്താൽ പോലും ഏതാണ്ട് 2% താഴെ നിന്ന് 2.8% കൂടി. അപ്പൊ നോക്കൂ, ഇത് പ്രതിസന്ധിയാണ്. കമ്മി കൂടി വരാം. ബഡ്ജറ്റിൽ പറയുന്ന കമ്മി യഥാർത്ഥ കമ്മിയും തമ്മിലുള്ള അകലം കൂടിക്കൊണ്ടിരിക്കുക. നമ്മുടെ സംസ്ഥാന വരുമാനത്തിന് ശതമാനമായിട്ട് കമ്മി കണക്കാക്കി കഴിഞ്ഞാൽ അത് പിന്നെയും ഉയരാം. ഇങ്ങനെ കൂടിക്കഴിഞ്ഞാൽ കമ്മി കൂടിയാൽ കുഴപ്പമെന്താ? കമ്മി പിന്നെ എങ്ങനെ നികത്താം? ഇങ്ങനെയാണ് കടം മേടിക്കണം. സംസ്ഥാന സർക്കാരിന്റെ വരുമാനം തന്നെ കടം മേടിച്ചിട്ട് എന്താ ചെയ്യണേ? കടം മേടിച്ചിട്ട് ശമ്പളവും പെൻഷനും പലിശയ്ക്കും ഒക്കെ കൊടുക്കണം. എപ്പോഴും അങ്ങനെ ഉണ്ടാവും. മേടിക്കുന്ന കടത്തിൽ ഒരു ഭാഗം ഇതിനു വേണ്ടി ഉപയോഗിക്കേണ്ടി വരും. പക്ഷെ ഇപ്പോഴത്തെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ഓരോ വർഷം കഴിയുന്തോറും മേടിക്കുന്ന കടത്തിൽ കൂടുതൽ ശമ്പളം, പെൻഷൻ, പലിശ, അനാമത്ത് ചെലവുകൾക്ക് വേണ്ടി വരും. ഇതേപോലെ ഈ വർഷം ഉണ്ടല്ല, കടം മേടിക്കണ ഏതാണ്ട് മുഴുവൻ ഈ പണിക്ക് വേണ്ടുള്ളൂ. അങ്ങനെ ഇപ്പോഴത്തെ കാര്യങ്ങളുടെ പോകും. കടം മേടിക്കുന്ന പണം ഇങ്ങനെ ശമ്പളവും പെൻഷനും ഒക്കെ അല്ലാതെ വേറെ എന്തിനു വേണ്ടി ഉപയോഗിക്കാം? ശമ്പളവും പെൻഷനും ഒക്കെ മാറ്റി കിട്ടിയ സർക്കാരിന്റെ ചെലവ് എന്ന് പറയുന്നത് മരാമത്ത് ചെലവ്, പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ നിക്ഷേപം, മൂലധന ചെലവാണ്, മറ്റൊരു റവന്യൂ ചെലവ്. അപ്പോൾ ഈ സർക്കാരിന് കിട്ടുന്ന വായ്പ മുഴുവൻ ഇതിനുവേണ്ടി ഉപയോഗിച്ചു കഴിഞ്ഞാൽ പിന്നെ മരാമത്ത് പണിക്കൊന്നും പണം ഉണ്ടാവില്ല. ഈ കോൺട്രാക്ടർമാരുടെ ബില്ല് കൊടുക്കാൻ പണം ഉണ്ടാവില്ല. 2500 കോടി രൂപയാണ് കടം അവർക്ക് കുടിശ്ശിക.
ഇതിന്റെ ഫലം എന്തായിരിക്കും? അവർ ഈ പണിയൊക്കെ നിർത്തിവെക്കും. അപ്പൊ പ്രതിസന്ധി മൂർച്ഛിച്ചു. ഒരു പടി കൂടി സർക്കാരിന്റെ പ്രതിസന്ധി കൂടുതൽ മൂർച്ഛിച്ചു. സംസ്ഥാന സർക്കാർ ധനവകുപ്പ് തയ്യാറാക്കിയ ഒരു കുറിപ്പ് ഞാൻ കാണുന്നിടയിൽ. ആ കുറിപ്പിൽ പറയുന്നത് കഴിഞ്ഞ വർഷം 11,000 കോടി കമ്മി. എന്നിട്ട് കേരള സർക്കാർ ബഡ്ജറ്റ് പറഞ്ഞ് 7,646 കോടി രൂപ കമ്മി ഈ വർഷം വരുള്ളൂ. സമാധാനിക്കും, കുറച്ചു. അപ്പൊ ആ കമ്മി വളരെ കൂടുതലാണ്. ധന ഉത്തരവാദിത്ത നിയമമെന്നും പറഞ്ഞ നിയമം ഇന്ത്യ കേരളത്തിൽ പാസ്സാക്കിയിട്ടുണ്ട്. ഞാൻ ഈ നിയമങ്ങൾക്ക് എതിരാണ്. നിങ്ങൾ റേഷൻ മേടിക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാ ആഴ്ചയും കടം മേടിക്കുന്നെങ്കിലും നിങ്ങൾ കുത്തുവാള എടുക്കും. നിങ്ങൾ കാരണം എന്താ? ബാധ്യത മാത്രമേ ബാക്കി ഉണ്ടാവുള്ളൂ. റേഷൻ തിന്നു കഴിയുമ്പോൾ പോയി, ബാക്കിയൊന്നും നിൽക്കില്ല. അതേസമയത്ത് നിങ്ങൾ വീട് പണിയാനാണ് വായ്പ എടുക്കുന്നതെങ്കിൽ വായ്പയുടെ ബാധ്യതയുണ്ട്. പക്ഷെ നിങ്ങളുടെ ബാലൻസ് ഷീറ്റ് വരച്ചാൽ കെട്ടിടത്തിന്റെ ആസ്തി അപ്പുറത്ത് കിടക്കും. അപ്പൊ വലിയ പ്രശ്നമൊന്നും. ഇതുപോലെ തന്നെ സർക്കാർ വായ്പ എടുക്കുന്ന നിർമ്മാണ പ്രവൃത്തികൾക്കാണെങ്കിൽ എന്തിനാ ഈ 2% നിർത്തുന്നു? നാട്ടിന് ആവശ്യം നോക്കിയിട്ടുണ്ട് വായ്പ എടുക്കാനായിട്ട്. വായ്പ എടുത്ത് ശമ്പളത്തിനും പെൻഷനും പാടില്ല എന്ന് പറയുന്ന ന്യായം തന്നെ സമ്മതിച്ചു. വായ്പ എടുത്ത് റോഡ് നിർമ്മാണമൊക്കെ ചെയ്തുകൊണ്ടെന്ന് പറയുന്നത് എങ്ങനെ? കേരളത്തിൽ റോഡുകളൊക്കെ മെച്ചപ്പെടുത്തുന്നത് ചില്ലറ തുകയാണോ വേണ്ടത്? നമ്മുടെ ഇവിടുത്തെ റോഡ് മുഴുവനും ഒന്ന് BMPC ചെയ്യണമെന്നുണ്ടെങ്കിൽ ജില്ലാ റോഡ് ചെയ്യണമെങ്കിൽ 40,000 കോടി വേണം. ഇപ്പൊ നമുക്ക് ആപ്പടെ 14,000 കോടിയോ വായ്പ എടുക്കാറുണ്ട്. അതിൽ നിന്നും എല്ലാ ചെലവും കഴിഞ്ഞ് എത്രയതിനു വേണ്ടി മാറ്റിവെക്കാൻ പറ്റുക? അന്നേ പറഞ്ഞ അസംബന്ധമാണെന്നും. അപ്പൊ പിന്നെ കേന്ദ്ര സർക്കാർ നിയമം പാസ്സാക്കിയിട്ട് പറഞ്ഞു 3%. അപ്പൊ നമുക്ക് അത്രക്ക് പരിഷ്കരണ അഭിവാജ്യമായിരുന്നു. അതിന്റെ തീവ്രം ബാധിച്ചിരിക്കുകയായിരുന്നു. 3 കേന്ദ്രം പറഞ്ഞാൽ ഞങ്ങൾ 2 ആക്കും എന്നുള്ള വാശി. എത്ര ഈ ആക്കണം എന്നുള്ള അർത്ഥം പറഞ്ഞാൽ അധികം പറയുന്നതാണ്. പക്ഷെ വാശിയൊക്കെ കേന്ദ്രം 3% വേണമെന്ന് പറഞ്ഞിരിക്കുന്നു. ഞങ്ങൾ അതിന്റെ അപ്പുറത്താണ് 2% ആകുന്നു എന്ന് പറഞ്ഞവർ ഇപ്പൊ എന്ത് ചെയ്തു? ഈ നിയമപ്രകാരം ഇപ്പൊ ഈ സർക്കാർ വന്നപ്പോ വീണ്ടും തിരുത്തി. അത് നടപ്പായില്ല. പറഞ്ഞു ഈ വർഷം മുതൽ 0 കമ്മി റവന്യൂ കമ്മി. ഈ വർഷം സർവകാല റെക്കോർഡായിരിക്കും എന്നാ പറയണത് കമ്മി. സർക്കാരിന്റെ ധനവകുപ്പ് തയ്യാറാക്കിയ കണക്ക് പ്രകാരം ഈ വർഷം ഇനി 6 മാസം കൂടി ഉണ്ട്. 6 മാസത്തെ കണക്ക് നമ്മുടെ കയ്യിലുണ്ട്. ഇനിയുള്ള 6 മാസം ഊഹിക്കുക നിർവാഹം. അപ്പൊ സർക്കാർ പറഞ്ഞ് കഴിഞ്ഞ വർഷത്തെ തോതിൽ വരുമാനവും ചെലവും ഇനിയുള്ള 6 മാസവും കൂടാണെങ്കിൽ കമ്മി എത്ര വരും എന്ന് പറഞ്ഞത്. കണക്കാരുടെ കണക്കാണോ? എന്റെ കണക്കല്ല. 20,000 കോടി രൂപ. ഈ തുക പത്രങ്ങളിലൊന്നും വന്നിട്ടില്ല. 20,000 കോടി രൂപ. ഇനി സർക്കാർ മുണ്ടൊക്കെ മുറുക്കി കൊടുത്ത് ഇറങ്ങി വരവും ചെലവും കൂടൂല. കഴിഞ്ഞ വർഷം ഉണ്ടായ നിലയിൽ തന്നെ അടുത്ത വർഷവും നിൽക്കും എന്നനുമാനിച്ചാലോ 15,000 കോടി രൂപ. ധനവകുപ്പിന്റെ കണക്ക് പ്രകാരം 15,000 കോടി രൂപയും 20,000 കോടി രൂപക്കും ഇടക്കായിരിക്കും കമ്മി. വായ്പ എടുക്കാൻ എത്ര അനുവാദം? 14,000 കോടി രൂപ. അപ്പൊ ധനവകുപ്പ് പറയണത് വായ്പ എടുത്ത പണം മുഴുവൻ ഈ ചെലവിന്, റവന്യൂ ചെലവിന് വേണ്ടി ഉപയോഗിച്ചാലും പിന്നെ 1000 കോടി ചുരുങ്ങിയത് ഉണ്ടാവില്ല. ട്രഷറി കൂട്ടേണ്ടി വരും. അല്ല കഴിഞ്ഞ വർഷത്തെ പോലെ കൂടെയാണെങ്കിലോ ഡിസംബർ ആകുമ്പോൾ കൂട്ടും, മറ്റത് മാർച്ച് ആകുമ്പോഴേ കൂട്ടും. ഇത് ഞാൻ പറയുന്ന കണക്കല്ല, ധനവകുപ്പിന്റെ കണക്കാണ്. ധനവകുപ്പ് ക്യാബിനറ്റ് കൊടുത്തിരിക്കുന്ന കുറിപ്പ് എന്താണെന്ന് വെച്ചാൽ ഈ വർഷം കേരളത്തിന്റെ റവന്യൂ കമ്മി ചുരുങ്ങിയത് 15,000 കോടി രൂപ, ചിലപ്പോൾ 23,000 കോടി, 23,000 കോടി. ഇതാണ് പ്രതിസന്ധി എന്ന് പറയുന്നത്. ഇനിയെങ്കിലും ഈ ധനമന്ത്രിയും മുഖ്യമന്ത്രിയും പ്രതിസന്ധി ഉണ്ടെന്ന് സമ്മതിക്കും. എന്നിട്ട് ജനങ്ങളെ പിഴിയാനൊക്കെ ഇറങ്ങി. ഒരു പ്രശ്നമില്ല എന്ന് പറഞ്ഞിട്ട് ഈ പണിയൊക്കെ ചെയ്യുന്നതിന് ഇത്
ഇതില് ഇതെന്ന് പറയുന്നത് ഇപ്പൊ ഈ മദ്യനിരോധനത്തിന് ത്യാഗം സഹിക്കുന്നൊന്നുമല്ല. മദ്യനിരോധനം വന്നുകൊണ്ടൊന്നും വരുമാനം കുറഞ്ഞിട്ടൊന്നുമില്ല. കാരണം ഇവിടെ ബാറിൽ പോയി കുടിച്ചിരുന്നവരൊക്കെ ബിവറേജിന് മേടിച്ച് കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി ബിവറേജിന്റെ എണ്ണം കുറച്ചാലും കുറച്ച് തുറന്നിരിക്കുന്നത്രയും കാലം ആളെ ക്യൂവിൽ നിർത്തി മാർക്കറ്റിൽ നിർത്തി മേടിക്കുന്ന അവസ്ഥ വിശേഷമാണ്. അതുകൊണ്ട് സർക്കാരിന്റെ കണക്ക് ഇപ്പോ കെ ബാബു പുതിയ കണക്ക് കൊടുത്തെന്ന് കേട്ടു. ഇത് നമുക്ക് ലേറ്റസ്റ്റ് കണക്കൊന്നും കിട്ടൂലല്ലോ. ഉള്ള കണക്ക് കിട്ടിയിട്ടുള്ള ഓഗസ്റ്റ് വരെയാണ്. ഓഗസ്റ്റ് വരെ എടുത്തിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഈ വർഷം എക്സൈസ് നികുതി 6.7% കൂടിയിട്ടുണ്ട്. മരാമത്ത് പണികൾ എല്ലാം സ്തംഭനത്തിലേക്ക് വരാൻ പോയി വന്നു കഴിഞ്ഞു. എന്ന് മാത്രമല്ല ക്ഷേമ പെൻഷനുകൾ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ അവതാളത്തിലാവാൻ പോയി. എന്തുകൊണ്ട് ഇങ്ങനെ വന്നു ഭവിച്ചു എന്നുള്ള വലിയ ചോദ്യം. അതിന് മുഖ്യമായ കാര്യം വരുമാനം ബഡ്ജറ്റിൽ പറഞ്ഞ തോതിൽ കൂടിയില്ലത് തന്നെ. കഴിഞ്ഞ വർഷം ബഡ്ജറ്റിൽ പറഞ്ഞത് വരുമാനം മുൻ വർഷത്തെ അപേക്ഷിച്ച് 24% കൂടുന്നതാണ്. കൂടിയത് അതിന്റെ പാതി 12%. ഈ വർഷം പറഞ്ഞിരിക്കുന്നത് 30% കൂടുന്നതാണ്. ഇപ്പൊ കൂടിക്കൊണ്ടിരിക്കുന്നത് 11.5%. പിന്നെ പ്രശ്നം ബഡ്ജറ്റ് പറഞ്ഞതിന്റെ 3/1 വേഗതയിൽ നികുതി വരുമാനം കൂടിക്കഴിഞ്ഞാൽ പിന്നെ പ്രതിസന്ധി അല്ലാതെ ഓരോ വർഷം കഴിയും തോറും കൂടുതൽ വഷളാകും. അപ്പൊ മുഖ്യമന്ത്രിയും ധനമന്ത്രിയും ചെയ്യേണ്ട കാര്യം ഈ നികുതി പിരിക്കാൻ. ഉള്ള നികുതി പിരിക്കാനല്ല ആവേശം, പുതിയ നികുതി ഇങ്ങനെ അടിച്ചേൽപ്പിക്കാവുന്നത്. ഇത് ആവശ്യത്തിന് ചെയ്തിട്ടുണ്ട്. കേരളത്തിന്റെ ചരിത്രത്തിൽ ഇതുപോലെ പുതിയ നികുതി ഭാരം അടിച്ചേൽപ്പിച്ചിട്ടുള്ള സർക്കാർ 3 വർഷവും കൂടി ഏതാണ്ട് 5000 കോടി രൂപയുടെ പുതിയ ഭാരം അടിച്ചേൽപ്പിച്ചിട്ടുള്ളൂ. 4% നികുതി നിരക്ക് 5%ആക്കി 25% വർധന. 12% നികുതി നിരക്ക് 14%ആക്കി 16% വർധന. തുണിക്ക് നികുതി. ഇങ്ങനെ പുതിയ നികുതി എല്ലാം അടിച്ചേൽപ്പിച്ചിട്ടും വരുമാനം കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോ നികുതി നിശ്ചയിച്ചാൽ പിരിക്കാനും അറിയാം എന്നൊക്കെ വലിയ വീരവാദം പറയുന്ന മുഖ്യമന്ത്രി പിരിക്കൂന്ന് പറഞ്ഞ നികുതി നിങ്ങൾ പിരിക്കും, എന്നിട്ടാവട്ടെ വർത്താനം. ഞങ്ങൾ പോലും നടത്തുന്നു. എന്ത് സഹായം വേണമെങ്കിൽ ചെയ്യാം. നികുതി പിരിക്ക്. നികുതി എന്താ പിരിക്കാൻ പറ്റാത്തത് എന്നുള്ള പരിശോധിച്ചാൽ അതിനധികമൊന്നും പോണ്ട. CAG-യുടെ റിപ്പോർട്ടുണ്ട്. എന്തുകൊണ്ടോ നമ്മുടെ മാധ്യമ ശ്രദ്ധയിൽ വരാത്ത ഒരു വളരെ പ്രധാനപ്പെട്ട റിപ്പോർട്ട് കഴിഞ്ഞ നിയമസഭയുടെ അവസാന ദിവസം തലേന്ന് ഞങ്ങൾ നിയമസഭാംഗങ്ങൾക്ക് വിതരണം ചെയ്തു. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കും അധികം ശ്രദ്ധയപ്പെടാവുക. അത് നിങ്ങൾക്ക് ജീവനക്കാർക്ക് അറിയാം. KVATIS എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ചാണ് നികുതി ഭരണം നടത്തുന്നത്. അത് പ്രകാരം എല്ലാ നികുതിദായകരും ഓരോ വർഷവുമുള്ള അവരുടെ റിട്ടേൺസ്, അവരെവിടെ നിന്നൊക്കെ സാധനങ്ങൾ വാങ്ങി, എത്ര വിറ്റു, ആർക്ക് വിറ്റു, നികുതി എത്ര എന്നുള്ള കണക്ക് അവർ കണക്കൂട്ടി സമർപ്പിക്കണം. അതുപോലെ തന്നെ ചെക്ക് പോസ്റ്റ് വഴി കൊണ്ടുവരുന്ന നികുതി സാധനങ്ങളുണ്ട്, അതിന്റെ കണക്കുണ്ടാകും. അപ്പൊ ഒരു കാര്യം എല്ലാം കമ്പ്യൂട്ടറിൽ കിടക്കേ. ഇതാകെ ഒന്ന് പരിശോധിക്കാൻ തീരുക. ഡിജിറ്റൽ വർക്കൊന്നുമല്ല കേട്ടോ. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്താണ് ഈ KVATIS സമ്പ്രദായം നിലവിൽ കൊണ്ടുവന്നത്. 2007-08 അത് 2 വർഷം കൊണ്ട് പൂർത്തിയായി, പരിപൂർണമായി. ഞാൻ പറഞ്ഞു AG-യുടെ ആഫീസിലേക്ക് ഒരു ടെർമിനൽ കൊടുത്തേക്കാം. നിങ്ങൾ ഞങ്ങളുടെ ആഫീസിൽ വന്ന് തരേണ്ട ഫയലൊന്നും മുഴുവൻ അവിടെ ഇരുന്ന് നോക്കിക്കോളും. ഇതിന്റെ ഗുണം എന്താണെന്നറിയോ? നമ്മുടെ ആഫീസിൽ നോക്കേ, മന്ത്രി ആഫീസിൽ നിന്നിട്ട് കേരളത്തിലെ ഏത് കച്ചവടക്കാരുടെ കണക്ക് നോക്കാം.
ഇപ്പോഴാണെങ്കിലോ 5 വർഷത്തെ കണക്കിട്ടു. കഴിഞ്ഞ വർഷം ഈ വാറ്റ് നികുതിയുടെ പ്രത്യേകത അത് നിങ്ങൾ മനസ്സിലാക്കണം. കച്ചവടക്കാരൻ ആളുകളിൽ നിന്ന് പിരിക്കണ നികുതി മുഴുവൻ സർക്കാരിന് കൊടുക്കണ്ട, വേണ്ട. ഇയാള് കച്ചവടം ചെയ്ത സാധനമില്ലേ, ചരക്കുകൾ വാങ്ങിയപ്പോ അയാൾ നികുതി കൊടുത്തിട്ടുണ്ട്, അത് കിഴിച്ച് ശിഷ്ടം കൊടുത്താൽ മതി. ഇതാണ് വാല്യൂ ആഡഡ് ടാക്സ്, വാറ്റ് ടാക്സ് എന്ന് പറയുന്നത്. സാധനങ്ങൾ വിൽക്കുമ്പോഴുള്ള ഔട്ട്പുട്ട് ടാക്സ്, അതിൽ നിന്ന് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ടാവും, അത് കിഴിച്ച് ശിഷ്ടം കൊടുത്താൽ. അപ്പൊ ഇൻപുട്ട് ടാക്സ് ക്ലെയിം ചെയ്യണമെങ്കിൽ എന്ത് വേണം? തെളിവ് ഹാജരാക്കണം. തെളിവെന്താ? മേടിച്ചപ്പോ ഉള്ള ബില്ല് കാണിക്കും. അപ്പൊ ബില്ലിന്റെ നമ്പറും കാര്യങ്ങളും ഒക്കെ റിട്ടേൺസ് വേണം. ഇന്ന കച്ചവടക്കാരൻ മദ്രാസിൽ നിന്ന് ഇത്ര മേടിച്ചു, ഇവിടെ നിന്ന് അങ്ങനെ മേടിച്ചു, ഇതെല്ലാം ഉണ്ടാവണം. വിൽപ്പന ഓരോ ദിവസത്തെയും ബില്ലുകളും. അപ്പൊ നോക്കൂ, ഒരു കച്ചവടക്കാരൻ വിൽക്കുന്നത് വാങ്ങുന്നത് മറ്റൊരു കച്ചവടക്കാരന്റെ ബില്ലിൽ കാണണം. ഒരു ഡിറ്റക്റ്റീവ് വർക്ക് പോലെയാണ് ഈ സാധനം. നമുക്ക് പിടിച്ചു കഴിഞ്ഞാൽ സമയമുണ്ടെങ്കിൽ കമ്പ്യൂട്ടറിൽ ഇരുന്നാൽ നോക്കാം ഓരോരുത്തരും പറഞ്ഞത് അങ്ങനെ തന്നെ ഉണ്ടോ ഇല്ലെന്ന്. എന്ന് മാത്രമല്ല, അപ്പൊ സമയം എടുക്കുമെന്ന് വെച്ചോളൂ. ഒരു കച്ചവടക്കാരൻ എല്ലാ വർഷവും ഔട്ട്പുട്ട് ടാക്സ് വളരെ കുറച്ച്, വിൽക്കണത് കാണിക്കണില്ല. ഇൻപുട്ട് ടാക്സ് വളരെ കൂടുതൽ, അവിടെ ഒരുപാട് മേടിച്ചുകൊണ്ടിരിക്കണം. എന്നുവെച്ചാൽ അയാൾ വിൽക്കണില്ല, എന്നാൽ ഒരുപാട് മേടിക്കണം. അതങ്ങനെ 1 വർഷം 2 വർഷം 3 വർഷം കഴിയുമ്പോൾ സ്പെഷ്യലാവില്ലേ? വിറ്റില്ലെങ്കിൽ സ്റ്റോക്കിൽ കാണണ്ടേ? അപ്പൊ സ്റ്റോക്ക് നോക്കാം. സ്റ്റോക്ക് നോക്കുമ്പോ അതിന് ചില റൂളുണ്ട്. തുണിയാണെങ്കിൽ മേടിച്ചാൽ 3 മാസങ്ങളിൽ വിറ്റു. അപ്പൊ വിറ്റ് വരുന്നതിന്റെ 3-1 സ്റ്റോക്ക് മതി, 4-1 സ്റ്റോക്ക് മതി. പക്ഷേ വിറ്റു വരുമാനത്തിന്റെ അത്രയും തന്നെ സ്റ്റോക്ക് ഉണ്ടെന്ന് പറഞ്ഞാലോ കള്ളാണ്. നമ്മൾ പോയി നോക്കിച്ചാൽ പോയി നോക്കണ്ട, അത് വരാൻ പറഞ്ഞാൽ മതി, സംഗതി എപ്പോഴാണ് റെഡിയാവും. ഇതാണ് ഈ വാറ്റ് നികുതിയുടെ ഗുണമെന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ഇതിന്റെ ടെർമിനലില് എഴുതി കൊടുത്തു. കാരണം എഴുതി ശത്രുതൊന്നുമില്ല. നമ്മുടെ ഉദ്യോഗസ്ഥന്മാർ വല്ല വീഴ്ച കൊണ്ട് മാത്രമല്ല, പുതിയ സമ്പ്രദായമല്ലേ ചെയ്ത് പഠിക്കണം. അപ്പൊ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ എഴുതി കണ്ടുപിടിച്ച് ചൂണ്ടിക്കാണിച്ചാൽ അപ്പം തന്നെ നമുക്ക് പൈസ പിടിച്ചെടുക്കാം. അതുകൊണ്ട് എഴുതി നോക്കിക്കോ, എല്ലാം നോക്കിക്കോ എന്നുള്ളതാണ്. അങ്ങനെ എഴുതി നോക്കി. ആ നോട്ടത്തിന്റെ റിപ്പോർട്ടാണ് നൽകിയിട്ടുള്ളത്. 2010 3 മാസം. എന്താ കണ്ടെന്നറിയാം? 3 വർഷത്തിനുള്ളിൽ 4650 കോടി രൂപ നികുതി വെട്ടിപ്പ് അല്ലെങ്കിൽ ചോർച്ച. അതിന്റെ പെനാൽറ്റി ആയിട്ട് ഈടാക്കാൻ പറ്റുന്നത് 7500 കോടി. അതിന്റെ സെക്യൂരിറ്റി ആയിട്ട് മേടിക്കാൻ പറ്റുന്നത് 400 കോടി രൂപ. ഏതാണ്ട് 15000 കോടി രൂപ 3 വർഷത്തെ കിട്ടാൻ. ഇത് പൊത്തക്കണക്കല്ല. ഇന്ന കച്ചവടക്കാരെ ഇന്നത് ചെയ്തു. എന്തൊക്കെ ചെയ്തു? ഒരുപാട് കച്ചവടക്കാര് 10 ലക്ഷത്തിൽ കൂടുതലാണെങ്കിൽ നികുതി കൊടുത്തു തുടങ്ങണം. 50 ലക്ഷം വരെ ആണെങ്കിൽ പ്രസന്റ് ടാക്സ് ഒരു തുക കൊടുത്തേച്ചാൽ അത് കഴിഞ്ഞാൽ റിട്ടേണും കാര്യമൊക്കെ തുടങ്ങും. അപ്പൊ നോക്കിയപ്പോഴോ ഒരുപാട് കച്ചവടക്കാർ പല പേരിലാണ് എടുത്തിരിക്കുന്നത്. എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? പാൻ കാർഡ് ഹാജരാക്കണം. അപ്പൊ ഒരു പാൻ കാർഡിൽ 4 അക്കൗണ്ട്. അപ്പൊ അവർ ഈ പണി ചെയ്തിരിക്കുന്നതല്ലേ? അങ്ങനെയുള്ളത് എത്ര? റിട്ടേൺ കൊടുക്കുന്നില്ല, എന്നിട്ടും ആരും നോക്കുന്നില്ല. നേരത്തെ പറഞ്ഞ പോലെ ഇൻപുട്ട് ടാക്സ് തെറ്റായിട്ട് പൂട്ടി വെച്ചിരിക്കുകയാണ്. ഇതൊക്കെ പെട്ടെന്ന് കണ്ടുപിടിക്കാം. റേറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ചെക്ക് പോസ്റ്റ് വഴി തെറ്റായ ടിൻ നമ്പർ കൊടുത്തുകൊണ്ടിരുന്നത്. ഇത്തരത്തിൽ ഒബ്വിയസ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇത് നോക്കി ഇന്ന കച്ചവടക്കാരൻ ചെയ്തിട്ടുന്ന റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. ഞാനപ്പോ ഏജിയോട് ചോദിച്ചു, ഇത്രേ ഉള്ളോ? എന്റെ കണക്കൂട്ടില് അങ്ങനെയല്ല, ഒരു 40% പോകുന്നുണ്ടെന്നുള്ളതാണ്. മൊത്തം നികുതി വരുമാനത്തിന്റെ 40% ചോരുന്നു എന്നുള്ളതാണ് എന്റെ വരുമാനത്തിൽ പേജ് പറയണത്. ഇത് ഞങ്ങളുടെ കണക്കിൽ ഇരട്ടിയില്ല.
4600 അല്ല, ഏതാണ്ട് 8000 കോടി ഉണ്ടായി നികുതി ചോർച്ച 3 വർഷം. പക്ഷെ ഓരോന്നും വെച്ച് സർക്കാരുമായിട്ടിരിക്കും ഓരോ നികുതി ആഫീസ് ഉദ്യോഗസ്ഥന്മാർ. അവര് ഈ ചോർച്ചയുണ്ട്, ക്രമക്കേടുണ്ട്, വീഴ്ച പറ്റി എന്ന് സമ്മതിച്ചെന്ന് മാത്രമേ ഈ റിപ്പോർട്ടിൽ പെടുത്തിയിട്ടുള്ളതാണ് 4600. മിസ്റ്റർ ഉമ്മൻചാണ്ടി, ജനങ്ങളെ പിടിയാൻ നടക്കാതെ ഏജ് മുന്നോട്ട് വെച്ച് നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് കൂടി അംഗീകരിച്ച ഈ നികുതി കുടിശ്ശിക, ഈ ക്രമക്കേടുകൾ അത് പിരിച്ചാൽ പോരെന്ന് ഈ പ്രതിസന്ധി പരിഹരിക്കാനായിട്ട് നിങ്ങളുടെ ശൗര്യം ഉണ്ടല്ലോ. നിശ്ചയിച്ച് പിരിക്കാനും അറിയാം, നിശ്ചയിച്ച് പിരിക്ക്. ഇതാണ് നാളെ LDF സമരം എടുക്കാൻ പോകുന്നത്. LDFന്റെ സമരത്തിന്റെ അടിസ്ഥാനം ഇതാണ്. ഇന്നത്തെ നികുതി വർധനവിന് ഒരു ന്യായീകരണമില്ല. 3 വർഷത്തെ കണക്കാണ് ഏജ് പറഞ്ഞത്. 6 വർഷത്തെ കണക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ ഈ കേരള സർക്കാരിന്റെ ധനവകുപ്പ് പറഞ്ഞ ഈ വിസ്ഫോടനാത്മകമായിട്ടുള്ള 22,000 കോടി രൂപയുടെ ഗ്യാപ്പ് ഉണ്ടല്ലോ, അത് നികത്താനുള്ള പണം ഏജ് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ആർജവം ഉണ്ടെങ്കിൽ നടപടിയെടുക്കും, പിരിക്കും. ഇത് ചെയ്യാതെ ജനങ്ങളെ പിഴിയാൻ വേണ്ടി നടക്കാം. എന്നിട്ട് ഇതൊക്കെ സഹിച്ചോണം, ഇതൊക്കെ ഈ വമ്പ് പറച്ചിലൊക്കെ നമ്മളെ കേട്ട് പോയിക്കോണം എന്നുള്ള ഒരു ധാരണയും വെച്ച് ഉമ്മൻചാണ്ടി നടത്തി. ഇതാണ് പ്രശ്നം. ഞാൻ ഈ അഴിമതി വെട്ടിപ്പ് കാര്യങ്ങളൊന്നും അല്ല പറയുന്നത്. വളരെ പ്രൊസീജിയറൽ എറേഴ്സ് വഴി പോകുന്നത്. അങ്ങനെ ഊർന്നു പോയത് ഞാൻ അഴിമതി ആരോപണമായിട്ട് വെക്കത്തില്ല. ആ സിസ്റ്റം ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ പഴുതുകളുണ്ട്, ഇങ്ങനെ പഴുതുകളുണ്ടെന്ന് പറയുമ്പോൾ ഉദാഹരണത്തിന് ഒരു ചെക്ക് ലിസ്റ്റ് വെക്കാം. നിങ്ങൾ പാൻ കാർഡ് എൻ്റർ ചെയ്യുമ്പോൾ ഈ പാൻ കാർഡ് വേറെ നമ്പറിലുണ്ടെങ്കിൽ അക്സെപ്റ്റ് ചെയ്യൂല കമ്പ്യൂട്ടർ. ആ മാറ്റം വരുത്തിയാൽ ഇത് തടഞ്ഞു. നിങ്ങൾ ഇൻപുട്ട് ടാക്സ് ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ റേറ്റ് ശരിയല്ലെങ്കിൽ അക്സെപ്റ്റ് ചെയ്യില്ല. ചെറിയ ക്രമീകരണങ്ങൾ മതി. അങ്ങനെയാണ് സിസ്റ്റം ഉണ്ടാക്കുന്നത്. അല്ല ഉമ്മൻചാണ്ടി ചെയ്യണ പോലെ ഇതൊക്കെ കൂടി നടക്കുമ്പോൾ കൊടുക്കുന്ന ഓരോ നിവേദനത്തിന് കീഴിലും ഒപ്പിട്ട് കൊടുക്കലല്ല ഭരണം. ഇരുന്ന് ഭരിക്കണം. നികുതി പിരിക്കുന്നതിന് ഭരണത്തിന് ഒരു സംവിധാനമുണ്ട്. ആ സംവിധാനത്തെ പ്രവർത്തിപ്പിക്കലാണ്. മുഖ്യമന്ത്രിയുടെ ആഫീസിന്റെ സ്ഥിതി, അവിടെ നടന്ന കാര്യങ്ങളെല്ലാം അറിഞ്ഞല്ലോ. കേരളം മുഴുവൻ കണ്ടതാണെന്ന്. അത് കേരളത്തിലെ ഏറ്റവും വലിയ വിവാദമായിട്ടുള്ള കാര്യമാണ്. ഇങ്ങനെ ഒരു ഷോമാൻഷിപ്പ് നടത്തി PRO ഏർപ്പാട് ചെയ്ത് നടക്കുന്നതല്ല ഭരണം. ആ അവസ്ഥ, ആ ഭരണരീതി കേരളത്തെ ഈ തകർച്ചയിൽ കൊണ്ടുവന്നിരിക്കുക. അതുകൊണ്ട് ഇന്ന് ഞങ്ങൾ പ്രതിപക്ഷം പറയുന്നത് AGയുടെ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണി. നികുതി കുടിശ്ശികയെ കുറിച്ച് പറഞ്ഞപ്പോൾ ഉമ്മൻചാണ്ടി പറഞ്ഞു, നമ്മളല്ല പറഞ്ഞത്, ഞാൻ പറയാൻ പോയിട്ടില്ലേ, 32,000 കോടി രൂപ സംസ്ഥാനത്തിന് നികുതി കുടിശ്ശികയുണ്ടെന്ന് ബഡ്ജറ്റ് പ്രസംഗത്തിന്റെ ബഡ്ജറ്റ് ബ്രീഫിൽ അച്ചടിച്ചു വെച്ചു. വെറുതെ ഒറ്റ നമ്പറല്ല, ഓരോ വകുപ്പിൽ നിന്നും ഇത്ര എന്ന് വെച്ചിട്ട് ഇപ്പൊ ഉമ്മൻചാണ്ടി പറയുന്നത് 1,00,000 കോടിയായി പോയതുകൊണ്ട് ബഡ്ജറ്റിന്റെ ഒരു പോക്കെ 1,00,000 കോടിയായിട്ട് മാറിയിട്ട് ആർക്കൊന്നും തോന്നാതിരിക്കുന്ന ഒരു കാലം. ഇത് ഇവിടുത്തെ എക്സ്പെൻഡിച്ചർ കമ്മീഷൻ മെമ്പർ മേരി ജോർജ് അവർ TV ചർച്ചയിൽ എന്നോട് 3-4 വട്ടത്തിൽ പറയുമ്പോഴും ഞാനും ഉണ്ടായിരിക്കുകയാണ്. എന്നാ പിന്നെ ഞാനെന്തിനാ കുറേ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടെന്നല്ലാതെ എൻ്റെ ലേഖനത്തിൽ പോലും 35,000 കോടി പറഞ്ഞിട്ടുണ്ട്. ആ സംബന്ധമൊന്നറിയാം. പക്ഷെ ഉമ്മൻചാണ്ടി പറഞ്ഞു വന്നപ്പോൾ ഈ നികുതി കുടിശ്ശികയെ പിരിക്കാനില്ല എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചിരിക്കുകയാണ്. അത് വേറെ ഇരിക്കട്ടെ. ഏജ് ചൂണ്ടിക്കാണിച്ചിട്ട് പന്തിയിലായിരുന്നു. ആ തർക്കം നിൽക്കട്ടെ. ഇത് തർക്കമില്ലാത്ത കേസല്ലേ? നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് അംഗീകരിച്ചതല്ലേ? ഈ റിപ്പോർട്ട് നിങ്ങളുടെ കൈവശമുണ്ടല്ലോ. നിയമസഭ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി മുമ്പാകെ വേണമെങ്കിൽ നിങ്ങൾക്ക് 2, 3, 4, 5 മാസം മാറ്റിവെക്കാം. പക്ഷെ ആക്ഷൻ ടേക്കൺ റിപ്പോർട്ട്, ഇതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഇന്ന നടപടി സ്വീകരിച്ചു എന്ന് റിപ്പോർട്ട് തരാൻ ബാധ്യസ്ഥരല്ലേ? അതുകൊണ്ട് മിസ്റ്റർ ഉമ്മൻചാണ്ടി സമയം കളയാതെ ഇപ്പൊ തന്നെ ഒരു റിപ്പോർട്ട് തയ്യാറാക്കാൻ പണം. ഇതാണ് നമുക്ക് പറയാം. അപ്പൊ പിരിക്കാനുള്ള നികുതി പിരിച്ചു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമാണ്. ഇതിൽ വന്ന ഗൗരവമായിട്ടുള്ള വീഴ്ചയാണ്. അതേസമയത്തോ ലക്കും ലഗാനുമില്ലാത്ത ചില
താലൂക്കിന്റെ പ്രഖ്യാപനം. ഇത് പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ഏതെങ്കിലും ചെലവ് വേണ്ടെന്ന് പറയാൻ പറ്റും. എന്നാലും ചില അസംബന്ധങ്ങൾ കാണുമ്പോൾ എങ്ങനെ പറയാതിരിക്കുന്നു? നമ്മൾ ഇവിടെ അധികാര വികേന്ദ്രീകരണം നടപ്പാക്കിയത്. ബ്ലോക്ക് പഞ്ചായത്തിന് എത്രയോ അധികാരം കൊടുത്തിരിക്കുന്നു, ഗ്രാമപഞ്ചായത്തിന് എത്ര അധികാരം കൊടുത്തിരിക്കുന്നു. അപ്പൊ നിലവിലുള്ള റവന്യൂ സമ്പ്രദായത്തിൽ കൂടുതൽ എണ്ണം കൂട്ടുന്നതിൽ എന്താ അർത്ഥമുള്ളത്? ബ്ലോക്ക് പഞ്ചായത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ ഇനിയും അതിന് സമാന്തരമായിട്ട് പുതിയ താലൂക്കുകൾ ഉണ്ടാക്കിയെടുക്കുക, ഭരണപരിഷ്കാരം. അത് കൊടുക്കുന്നത് നിങ്ങൾ പഠനത്തിന്റെ അടിസ്ഥാനത്തിലാണോ? പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഓരോരുത്തരും കുറിപ്പ് കൊടുക്കുന്നു, അതും പ്രഖ്യാപിക്കുന്നു. അങ്ങനെ ഇരിക്കുന്നു. പത്തനാപുരം എനിക്കും വേണമെന്ന് പറഞ്ഞ് ഗണേഷ് കുമാർ മന്ത്രിയിരുന്നു. അന്ന് ഇരിക്കട്ടെ, പത്തനാപുരം താലൂക്ക് ഇപ്പോൾ ഉള്ളതാ. കക്ഷി പറയുന്നത് പത്തനാപുരം താലൂക്ക് രണ്ടായിട്ട് തിരിച്ചിരിക്കും, വേറെ താലൂക്ക് എന്നോ എന്നുള്ളതാണ്. പക്ഷെ ധനമന്ത്രി അതും പ്രഖ്യാപിച്ചു. ഇങ്ങനെ ചെലവുകൾ അനുവദിക്കുന്നു, സ്കൂൾ അനുവദിക്കുന്നു. ആദ്യം ചേർന്ന് ധനവകുപ്പ് കർശനമായി പറഞ്ഞു, ഈ വർഷം വളരെ മോശമാണ്, പുതിയ സ്കൂളൊന്നും പറ്റത്തില്ല, പുതിയ സ്കൂളില്ല. അപ്പോഴാണ് കോടതിയിൽ ഒത്തുകളിച്ച് കേസ് വെച്ച് കോടതി കൊടുക്കാൻ പറയും. കോടതി കൊടുക്കാൻ പറഞ്ഞപ്പോ അവർക്ക് മാത്രമല്ല, അന്നാ പിടിച്ചോ എല്ലാവർക്കും. അത് കൊടുത്തതിന് പക്ഷഭേദമുണ്ട് എന്ന് വിമർശനം വരുന്നു. മുഖ്യമന്ത്രി പറയുന്നു, എന്നാൽ അടുത്ത വർഷം ചോദിക്കുന്നത് എല്ലാവർക്കും തന്നേക്കാം, പ്രശ്നം എന്താ ചെലവ്? ഇന്നിപ്പോ പോലീസ് അക്കാഡമി അല്ല, പോലീസ് യൂണിവേഴ്സിറ്റി. എന്തൊക്കെ പ്രാന്തി നടക്കുന്നത്? എന്നാ ഒരു എക്സൈസ് യൂണിവേഴ്സിറ്റി ആയിക്കോട്ടെ. അല്ല, പോലീസിലും എക്സൈസിലും എന്തിനു നിർത്തണം യൂണിവേഴ്സിറ്റിയെ? അവരെക്കാൾ എത്രയോ കൂടുതലുള്ളതാണ് സർക്കാർ ജീവനക്കാർ. അവരാണെങ്കിൽ നമ്മുടെ നാട്ടിൽ ഭരണപരിഷ്കാരം വളരെ പ്രധാനപ്പെട്ടു. ഈ ഭരണയന്ത്രത്തെ ആകെ പരിഷ്കരിക്കണം. എന്നാൽ നമുക്ക് ഒരു സർവീസ് സർവകലാശാല കൂടി ആരംഭിച്ചുകളെ, ഓരോ വകുപ്പിനും ആയിക്കോട്ടെ എന്ന്. ചിലരുടെയൊക്കെ ധാരണ ഇതൊക്കെ ഭയങ്കര അക്കാഡമിക് ആയിട്ടുള്ള ഏർപ്പാടാണ്. ഫോറൻസിക് മെഡിസിൻ പഠിപ്പിക്കുന്നു. അത് പഠിപ്പിക്കേണ്ടത് നിങ്ങളുടെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന്, പഠിപ്പിക്കേണ്ട മെഡിക്കൽ കോളേജിൽ. ഇതുപോലെ ഓരോ വിഷയത്തിനും ഓരോന്നിനും സർവകലാശാലകളും ഇതൊക്കെ വല്ലതും നോക്കിയിട്ട് നീ പ്രഖ്യാപിക്കണം. ഇതിന് എത്ര ചെലവരും നോക്കിയിട്ടുണ്ട്, ആവർത്തന ചെലവ് നിൽക്കുന്നു. ഈ കപ്പൽ മുങ്ങിക്കൊണ്ടിരിക്കണം, അപ്പോഴും തോന്നിയ പോലെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് കേരളത്തിന്റെ ഭരണത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. സമ്പൂർണമായിട്ടുള്ള അരാജകത്വം. ഇതിന്റെ പ്രത്യാഘാതം എന്താണ്? ചോദ്യങ്ങളിലേക്ക് പോയതാണ്. ഇതിന്റെ പ്രത്യാഘാതം ഇങ്ങനെ ഒരു തമാശക്കളി നടന്നുകൊണ്ട് ചുറ്റുവട്ടം കളി 2 വർഷം നടത്തുന്നതല്ല പ്രശ്നം. തിരുത്താൻ പറ്റാത്ത പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കും. ആണ് ചില തെറ്റുകളും തിരുത്താൻ പറ്റും, തുടർന്ന് പോയേ പറ്റും. ഒരു മുൻഗണനയില്ല. ഒരു പ്ലാനിംഗ് ബോർഡ് മെമ്പർ CPO-ണാണ് ദിവസവും ചർച്ചക്കെല്ലാം വരിക. അപ്പൊ അദ്ദേഹത്തിന് എപ്പോഴും ജനങ്ങളുടെ ആവശ്യം കണ്ട് ഞങ്ങളും കൊടുക്കുകയാണ്. ഈ പ്ലാൻ എന്ന് വെച്ചാൽ നമുക്കൊക്കെ ആഗ്രഹങ്ങൾ ഒത്തിരി ഉണ്ടെന്ന്, അതിനുള്ള പണം സർക്കാർ ഉണ്ടാവില്ല, അതുകൊണ്ട് മുൻഗണന നിശ്ചയിക്കല ഈ പ്ലാൻ എന്ന് പറഞ്ഞാൽ. അദ്ദേഹം പറയുന്ന പ്ലാൻ ഞങ്ങളൊന്നും ഉണ്ടാക്കും, പിന്നെ ജനങ്ങളുടെ ആവേശം കണ്ടു കഴിഞ്ഞാൽ അതനുസരിച്ച് കൊടുത്തുകൊണ്ടിരിക്കും. കൊടുത്ത് ഇപ്പൊ എവിടെത്തി? 17,000 കോടി രൂപയുടെ പ്ലാൻ അംഗീകരിച്ച് ഇപ്പൊ തന്നെ 2,000 കോടി രൂപയുടെ പ്ലാൻ കട്ട് ചെയ്ത് ബഡ്ജറ്റിൽ 10 മേജർ ഇൻഫ്രാസ്ട്രക്ചറൽ പ്രൊജക്ട്സ് പറഞ്ഞു. വിഴിഞ്ഞം, അതുപോലെ നമ്മുടെ മെട്രോ, അതിനെല്ലാത്തിനും കൂടി ഒറ്റക്കെട്ടായിട്ട് 2,000 കോടി പിടിച്ചു അവർക്ക് മാറ്റി വെച്ചു. ഇപ്പൊ എന്താ പറഞ്ഞിരിക്കാന്നറിയാം? അതുണ്ടാവില്ല. അതില്ലെങ്കിൽ പിന്നെ ഇതെന്ത് ചെയ്യും? അതിനുകൂടി ഇവർ വായ്പ എടുത്തോണം. അതിനു വേണ്ടിയിട്ട് ചീഫ് സെക്രട്ടറി അധ്യക്ഷനായിട്ടുള്ള ഒരു കമ്മിറ്റി വെച്ചിരിക്കുന്നു, അതും കൂടി നോക്കാൻ. എന്തിനാ സർക്കാർ ബഡ്ജറ്റിൽ പണം വെക്കുന്നത്? അല്ലെങ്കിൽ ഇവരൊക്കെ വായ്പ എടുക്കും, മെട്രോ വായ്പ എടുക്കും, വിസാൽ വായ്പ എടുക്കും. ഇതൊക്കെ വായ്പ എടുത്താൽ ചെയ്യണത് സർക്കാർ നൽകുന്നത് വയബിലിറ്റി ഫണ്ടിങ് ആണ്. അവരുടെ ഈ വായ്പ എടുത്ത് പലിശ വിട്ടു കഴിഞ്ഞാൽ മുഴുവൻ വയബിൾ ആവില്ല. അതിന് ബഡ്ജറ്ററി സപ്പോർട്ട് വേണം. അപ്പൊ ബഡ്ജറ്ററി സപ്പോർട്ട് പിൻവലിക്കാന്ന് പറഞ്ഞാൽ അതിന്റെ കഥ തീരാന്നുള്ളതാണ്.
ഇതാണ് ഇൻഫ്രാസ്ട്രക്ചർ നടക്കുന്നത്. ഈ അധികാര വികേന്ദ്രീകരണം കഷ്ടമാണ്. KM എബ്രഹാം സെക്രട്ടറി ആയിരിക്കുമ്പോൾ നടക്കുന്നത്. വേറൊന്നും കൊണ്ടല്ല, കേരളത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് പണം നൽകുന്ന സമ്പ്രദായം ആവിഷ്കരിച്ചത് വിനോദ് റോയിയും KM എബ്രഹാം കൂടിയാണ്. അത് ജനകീയാസൂത്രണ കാലത്ത് നമുക്കിനെ കുറിച്ച് പിടിപാടുണ്ട്, എങ്ങനെയാണ് പണം താഴേക്ക് നൽകുക എന്നുള്ളത്. പഞ്ചായത്തിലേക്ക് ഇത്രയും പണം നൽകുന്നു, ഇത്രയും പണം കൊടുക്കുന്നു, അതെങ്ങനെ താഴേക്ക് വിന്യസിക്കണം, അതിൻ്റെ പഞ്ചായത്ത് മാനുവലിൽ ഇങ്ങനെ പദ്ധതിയൊന്നും പദ്ധതി പണമെന്നൊരു വാക്കില്ല. ഇവരിരുന്നാ പറഞ്ഞത് പഞ്ചായത്തിന് നമുക്ക് 12 ഗഡുവായിട്ട് കൊടുക്കും, കിട്ടിക്കഴിഞ്ഞാൽ പഞ്ചായത്തിന്റെ പബ്ലിക് അക്കൗണ്ടിൽ ട്രഷറി സേവിങ്സ് ബാങ്കിൽ ഇടും, TP അക്കൗണ്ടിൽ ഇടും. എന്നിട്ട് ഒരു പ്രൊജക്ട് നടപ്പാക്കി കഴിഞ്ഞാൽ പഞ്ചായത്ത് സെക്രട്ടറി അതിന് അലോക്കേഷൻ ലെറ്റർ കൊടുക്കും, അലോട്ട്മെന്റ് ലെറ്റർ കൊടുക്കും. അലോട്ട്മെന്റ് ലെറ്ററുമായിട്ട് നമ്മുടെ നിർവഹണ ഉദ്യോഗസ്ഥൻ പ്രസന്റ് ചെയ്ത് പൈസ ഒരു സംശയമില്ല പഞ്ചായത്തിന്റെ അക്കൗണ്ടിൽ കൊടുക്കുന്നുണ്ട്, കൊടുക്കാം. അവിടെ ഇങ്ങനെ കുന്നുകൂടി കിടക്കോ ഇല്ല. 80% ചിലവാക്കിയില്ലെങ്കിൽ സർക്കാരിലേക്ക് ബാക്കി. ഇതാണ് തത്വം. ഇത്രയും നാൾ നടന്നു പോകും. ഒരാളോട് ചർച്ച ചെയ്യാതെ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് പോലും മനസ്സിലാക്കിയിട്ടില്ല എന്താണെന്ന്. എനിക്കറിയത്തില്ല പഞ്ചായത്ത് മന്ത്രിക്ക് തിരിഞ്ഞിട്ടുണ്ടോ എന്താ നടന്നത്, എന്താ ചെയ്തിരിക്കുന്നത്. ഇനി പോയി ഇങ്ങനെ 12 ഗഡു കൊടുക്കുന്ന ഏർപ്പാടില്ല. അതിന് പകരം ഓരോ നിർവഹണ ഉദ്യോഗസ്ഥരും പഞ്ചായത്തും ഓരോ പദ്ധതി നിർത്തി കഴിഞ്ഞാൽ അതിന്റെ ബില്ല് തയ്യാറാക്കി അത് സമർപ്പിക്കും. എല്ലാ ഡിപ്പാർട്ട്മെന്റും ചെയ്യണമല്ലോ. പൊതുമരാമത്ത് ഡിപ്പാർട്ട്മെന്റ് ചെയ്യുന്നവര് കൊടുത്തു കഴിഞ്ഞാൽ സർക്കാരിന് പണമുണ്ടെങ്കിൽ സർക്കാർ കൊടുക്കും, അല്ലെങ്കിൽ കൊടുക്കില്ല. ഈ 1000-ൽ-പരം പഞ്ചായത്തുകൾ പോയിട്ട് ക്യൂ നിന്ന് പണം മേടിച്ച് എന്നായിരുടെ പദ്ധതി ചെയ്യാം. കേരളത്തിൽ അധികാര വികേന്ദ്രീകരണത്തിനേറ്റ ഏറ്റവും വലിയ ആഘാതമാണ് ഈ പുതിയ ധനവിനിയോഗ ചട്ടം. ഞാൻ പറയുന്നത് ഈ ധനപ്രതിസന്ധി എങ്ങനെ ഓരോ മേഖലയും ബാധിച്ചുകൊണ്ടിരിക്കുന്നുള്ളൊരു സൂചനയാണ്. നിയമനത്തിന്റെ കാര്യത്തില് പൊതുമേഖല എന്താന്ന് വിളിച്ചിരിക്കുന്ന നിർദ്ദേശം, കേരളത്തിൽ ആദ്യമായിട്ട് 26% ഷെയർ വിൽക്കണമെന്ന്, അങ്ങനെ 1000 കോടി ഒപ്പിക്കണം ആണ് വേറെ കാര്യം. ഇങ്ങനെ എവിടെ നിന്നൊക്കെ മാന്തി എടുക്കാൻ പറ്റുമോ? എന്നിട്ട് അത് വെച്ചിട്ട് ഒരു ബഡ്ജറ്റ് കണക്ക് ധനവകുപ്പിന്റെ കണക്കിൽ ഇതിനേക്കാളേറെ, അടുത്ത വർഷം ഇതിനേക്കാൾ രൂക്ഷമാണ്. ഈ വർഷം ധനവകുപ്പ് പറഞ്ഞാൽ നമുക്ക് നിന്ന് വിടക്കാം, ഒരു 5000-10,000 കോടി ഉണ്ടാക്കിയാൽ അടുത്ത വർഷം 50,000 കോടി രൂപ കൂടുതലുണ്ടാക്കും. ഇതാണ് കേരളത്തിലെ ഗൗരവമായിട്ടുള്ള സ്ഥിതി. അപ്പോൾ ഇത് നമ്മൾ മാധ്യമങ്ങളിൽ വരുന്നുണ്ട്, പക്ഷേ ഇത് പൂർണ്ണ ഡയമെൻഷൻസ് ഇപ്പോഴും വന്നു കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇന്നത്തെ ഈ പ്രഭാഷണത്തിൽ എനിക്ക് പറയാനുള്ള ഇത് പുതിയ കാര്യമാണ്. ഒറ്റ പോയിന്റ്, കേരള സർക്കാർ AGയോട് ക്രമക്കേടാണ്, ചോർച്ചയാണ് എന്ന് അംഗീകരിച്ച 50,000 കോടി 3 വർഷത്തെ മാത്രം. വേറെ 3 വർഷം എടുത്താൽ 30,000 കോടി പോട്ടെ. അതിൽ നിന്ന് ഇപ്പോൾ പെനാൽറ്റി എന്നൊക്കെ പറയുന്നത് കോമ്പൗണ്ട് ചെയ്ത് കുറഞ്ഞു പോകും. ഇത് വന്നാലും 50,000 കോടി ഇല്ലേ, അതങ്ങ് പിരിക്കുക. അതിന് പകരം ജനങ്ങളുടെ മേല് നിങ്ങളുടെ പിടിപ്പുകേടിന്റെ ഭാരം മുഴുവൻ അടിച്ചേൽപ്പിക്കുന്നത് ഞങ്ങൾ എതിർക്കും, എതിർത്ത് തോൽപ്പിക്കുക തന്നെ ചെയ്യും.